നമ്മുടെ ഈ ഓരോ ബക്കറ്റും ചെടിയോടുകൂടി നമുക്കിങ്ങനെ എടുത്തു മാറ്റാം. അതെ, ഇതിൽ ഹുക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഹുക്കിൽ ഇങ്ങനെ 6 ബക്കറ്റ്സാണ് നമുക്കിവിടെ ഉള്ളത്. നമ്മളിങ്ങനെ ചെരിച്ച് ഇവിടെ വെച്ചു. ദെൻ ചെടി ഇങ്ങനെ ഏറ്റവും ടോപ്പിലുള്ള ഗ്രില്ലിൽ തൂക്കുന്ന ബക്കറ്റാണ്. ഈ ഏറ്റവും ടോപ്പിൽ ഞാൻ എടുത്തിരിക്കുന്നത് നടുക്കുള്ള സെൻറ്റർ പോർഷനാണ് ഈ ബക്കറ്റ് തൂക്കുന്നത്. ദേ ഇവിടെ ഇങ്ങനെ നടുക്കോട്ട് ബക്കറ്റ് തൂക്കി, എന്നിട്ട് നല്ല ഏറ്റവും ബുഷിയായിട്ട് നിൽക്കുന്ന നല്ല ഒരു ചെടി. യെസ്, ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ സെൻട്രൽ പോർഷനായിട്ട് വെച്ചിരിക്കുന്നത്. മെയിനായിട്ട് ഇതിനൊരു ഫ്രെയിമുണ്ട് ബാക്കിൽ, പിന്നെ ഓരോ ബക്കറ്റ്സാണ്. ആ ബക്കറ്റിനകത്ത് നമ്മൾ ചെടികളിങ്ങനെ ഓരോ ചട്ടികളിലെടുത്ത് വെച്ചിരിക്കുക. ഇതേ ഇങ്ങനെ, ഇത് വേണ്ടേ, ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതിനകത്തൊരു ഹോളും ഉണ്ട്. നമ്മൾ ഈ ചെടി ഇറക്കി ഇതിനകത്തോട്ട് വയ്ക്കും, എന്നിട്ട് വെള്ളം ഒഴിക്കും. അപ്പം എക്സസ് വെള്ളമെല്ലാം ഈ ഹോളിൽ കൂടെ താഴേക്ക് പോവുകയും ചെയ്യും. ഈ വിക്കറ്റ് ഗേറ്റ് ഇടാനായിട്ടേ ഇവിടുത്തെ ഈ വോളും അതിൻ്റെ മുകളിലത്തെ ഗ്രില്ലും കട്ട് ചെയ്തു. ഗ്രില്ല് നമ്മുടെ കൈ കിട്ടി. പക്ഷേ ഇനി നമ്മളിതിനെ എവിടെ വെക്കും? അങ്ങനെ നിന്നപ്പോഴാണ് ഈ മാവിൻ്റെ ഈ 2 കവല ഞാൻ കണ്ടത്. പിന്നെ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചാരി വെച്ചു. പിന്നെ ഗ്രില്ലിനുള്ള പൊസിഷൻ കിട്ടി, അത് ഫിക്സ് ചെയ്തു. ഇനി ബക്കറ്റുകളാണ്. ഈ സ്പേസിന് കൂടെ ഇറങ്ങുന്ന ബക്കറ്റ് വേണം. സെയിം ടൈം നമുക്ക് യുണീക്കായിട്ട് ഒരേപോലെ നിൽക്കുകയും വേണം. ആമസോണിൽ നിന്നാണ് എനിക്ക് ഈ ഒരു ബക്കറ്റ് കിട്ടിയത്. ഞാൻ വാങ്ങിച്ചത് വൈറ്റ് കളറാണ്, ഒരു ഹാൻഡിലും ഉണ്ട്. ഇതിങ്ങനെ ചെരിച്ചിട്ട് ഞാൻ ഈ ഹാൻഡിലിനെ ഇങ്ങനെ അങ്ങ് ഇറക്കും. എന്നിട്ട് നമ്മുടെ ചെടി എടുത്ത് ഇവിടെ വയ്ക്കും. ഒന്ന് താഴെ അങ്ങ് എക്സ്ട്രീം എൻഡ്, പിന്നെ ഈ എൻഡ്, പിന്നെ ആ എൻഡ്, ഈ എൻഡ്, അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. സോ എനിക്ക് നല്ലൊരു വെർട്ടിക്കൽ ഗാർഡനിങ് കിട്ടി. നമ്മൾ കളയാനിരുന്ന നമ്മളുടെ ഗ്രില്ല് ഞാനതിന് റീയൂസ് ചെയ്യുകയും ചെയ്തു. ഒരു കാറ്റടിച്ചാലോ ഒരു ഫോഴ്സ്ഫുൾ എന്തെങ്കിലും ഒന്ന് വന്നു വീണാലോ ഒന്നും പെട്ടെന്ന് ഇത് താഴേക്ക് വീഴില്ല. സോ അങ്ങനെ സേഫായിട്ട് എൻ്റെ വെർട്ടിക്കൽ ഗാർഡൻ ഈ മാവി ചാരി നിൽക്കുകയാണ്. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേ ഈ മുകളിൽ ഒഴിച്ചാൽ മതി, ഇതേ എല്ലാത്തിലേക്കും വെള്ളം വീണോളും.